ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന CPO എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പോലീസ് ആക്ട് 2011 എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 3 ആണ്. ഓക്കെ, 3ാമത്തെ സെക്ഷനാണ്. അടുത്ത ചോദ്യം, കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ പത്രങ്ങളിലോ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാൻ അയാളുടെ ഫോട്ടോ എടുക്കുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടത്? ആരുടെയാണ്? ഓപ്ഷൻ സി, സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ന്യായീകരണ ബാധ്യസ്ഥതയും ഉത്തരവാദിത്വവും ഉള്ള കാരണമുണ്ടെങ്കിൽ ഏതൊരു സ്വകാര്യ സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് നിയമം 2011 സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 37 ആണ്. ഓക്കെ, 37. അടുത്തത്, കേരള പോലീസ് സേനയിൽ ഏറ്റവും ഉയർന്ന പദവി ഏത്? ഏറ്റവും ഉയർന്ന പദവി നമ്മളൊരു കോളത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആരോഹണ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പദവികൾ നമ്മൾ പഠിച്ചതാണ്. അതിൽ ഏറ്റവും ഉയർന്ന പദവി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ളതാണ്. ഓക്കെ, ഉയർന്ന പദവി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള പോലീസിൽ ഏറ്റവും ഉയർന്ന പദവി ഏത്? ഓക്കെ, ഏറ്റവും ഉയർന്ന പദവിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന പദവിയാണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് ഓഫ് പോലീസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ആരാണ്? അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്. ഓക്കെ, മുകളിൽ തന്നിട്ടുള്ളതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ്. ഓക്കെ, അടുത്തത്, സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവ് വഴി സംസ്ഥാന പോലീസിന്റെ ഭാഗമായി പ്രത്യേക വിങ്ങുകൾ രൂപീകരിക്കാൻ സാധിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ്, 21 ആണ്. സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവ് വഴി സംസ്ഥാന പോലീസിന്റെ ഭാഗമായി പ്രത്യേക വിങ്ങുകൾ രൂപീകരിക്കാൻ സാധിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 21. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് എന്താണ്? ഓക്കെ, സെക്ഷൻ 14 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ്. പോലീസ് സേനയുടെ പൊതുവായ ഘടന. അടുത്ത ചോദ്യം, ഏതെങ്കിലും പോലീസ് പ്രവർത്തനത്തിൻ്റെയോ നടപടിയുടെയോ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി എടുക്കുന്നതിനെ തടയുവാൻ പാടുള്ളതല്ല എന്ന് പ്രസ്താവിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, 33 ആണ്. ഓക്കെ, 33ാമത് സെക്ഷനാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് കേരള പോലീസ് നിയമം 2011 അനുസരിച്ച് ശരിയായ പ്രസ്താവന? ഏതാണ് ശരിയായത്? നമുക്ക് നോക്കാം ശരിയായത് ഏതാണ് എന്നുള്ളത്. സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ പാടില്ല. ഏതാണ്? അത് തെറ്റാണ് അല്ലേ. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് നിയമപ്രകാരമുള്ള പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കുന്നതാണ്. അതും തെറ്റാണ്. സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം മുന്നറിയിപ്പില്ലാതെ ജില്ലാ പോലീസ് മേധാവിക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് ഒരു മാസത്തിൽ 4 തവണ മാത്രമേ യോഗം ചേരാൻ പാടുകയുള്ളൂ. അത് തെറ്റാണ്. ഓക്കെ, അപ്പം 3 മാത്രമാണ് ശരിയായിട്ട് ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമം 2011 സെക്ഷൻ 77 പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? സെക്ഷൻ 77 പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ആണ്, ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കലാണ് സെക്ഷൻ 77 പറയുന്നത്. ഓക്കെ, ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കലാണ് സെക്ഷൻ 77.
അടുത്ത ചോദ്യം, താഴെ പറയുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ആദ്യം നോക്കുക, ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ഇവിടെ DYSP തന്നിട്ടുണ്ട്, DIG SP IG എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അതായത് ആദ്യം വരുന്നത് DYSP ആണ്, ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ആരാണ്? SP ആണ്. DYSP കഴിഞ്ഞാൽ SP, അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന ആളാരാണ്? DIG ആണ് മൂന്നാമത് വരുന്നത്, നാലാമത് വരുന്നത് IG ആണ്. ഓക്കെ, അപ്പോൾ DYSP SP DIG IG അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം, കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ. കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിനെ പ്രതിപാദിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് 38. ഓക്കെ, 38 ആണ്. അടുത്ത ചോദ്യം നോക്കാം, ഒരു ട്രാഫിക് ചിഹ്നത്തിൻ്റെ ദൃശ്യതയെയോ പാരായണക്ഷമതയെയോ കുറച്ചുകൊണ്ട് വികൃതമാക്കുകയോ മറയ്ക്കുകയോ ചെയ്താലുള്ള ശിക്ഷ നടപടി എന്താണ്? ട്രാഫിക് ചിഹ്നത്തിൻ്റെ ദൃശ്യതയെയോ പാരായണക്ഷമതയെയോ കുറച്ചുകൊണ്ട് വികൃതമാക്കുകയോ മറയ്ക്കുകയോ ചെയ്താലുള്ള ശിക്ഷ നടപടി എന്താണ്? ഓപ്ഷൻ സി ആണ്. 1 വർഷം വരെയാകുന്ന തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴയാണ് ശിക്ഷ. ഓക്കെ, അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോ പ്രവർത്തികളോ ചെയ്താലുള്ള കേരള പോലീസ് ആക്ടിലെ ശിക്ഷാ നടപടി എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് എന്താണ്? പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോ പ്രവർത്തികളോ ചെയ്താലുള്ള കേരള പോലീസ് ആക്ടിലെ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. 3 വർഷം തടവും 10000 രൂപ പിഴയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരം ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷാ നടപടി എന്താണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരം ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷാ നടപടി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 3 വർഷം വരെ തടവും 10000 രൂപ പിഴയുമാണ് വരുന്നത്. ഓക്കെ, 3 വർഷം വരെ തടവും 10000 രൂപ പിഴയും. അടുത്തത് 16ാമത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് സെക്ഷൻ 120 പ്രകാരം ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു സാധനം തള്ളി നിൽക്കാവുന്ന പരമാവധി ദൂരം എത്രയാണ്? ഓപ്ഷൻ എ 5 അടിയാണ്. ഓക്കെ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 120 പ്രകാരം ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു സാധനം തള്ളി നിൽക്കാവുന്ന പരമാവധി ദൂരം എത്രയാണ്? 5 അടിയാണ്. ഓക്കെ, അടുത്തത്, കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഓക്കെ, പോലീസിൻ്റെ ചുമതലകൾ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 4 ആണ്. 4ാമത്തെ സെക്ഷനിലാണ് കേരള പോലീസ് നിയമം 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ടിലെ എന്താണ് 2011 പ്രകാരം സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത് എന്താണ്? സെക്ഷൻ 8 പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് സെക്ഷൻ 8 പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, പോലീസ് ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന കേരള പോലീസ് ആക്ടിലെ 2011 സെക്ഷനാണ് ഏതാണ്? പോലീസ് ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 31 ആണ്. സെക്ഷൻ 31. അടുത്ത ചോദ്യം, കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64 ആണ്. ഓപ്ഷൻ എ സെക്ഷൻ 64. ഓക്കെ, അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 69 പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ആണ്. അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളെക്കുറിച്ചാണ്. ഓക്കെ, കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 69. സെക്ഷൻ 69 പറയുന്നത് എന്താണ്? അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 118 ആണ്. കേരള പോലീസ് ആക്ട് 2011 ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 118.
അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന സെക്ഷൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 29 ആണ്. ഓക്കെ, സെക്ഷൻ 29. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 39 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 39 പ്രതിപാദിക്കുന്നത് എന്താണ്? പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ താഴെ പറയുന്നതിൽ ഏത് സെക്ഷനാണ്? ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ ഏത് സെക്ഷനാണ്? സെക്ഷൻ 77 ആണ്. ഓക്കെ, ഓപ്ഷൻ എ സെക്ഷൻ 77. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേരള പോലീസ് ആക്ട് 2011 എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മാതൃകാ ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് PDF എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്